24 മുതൽ 37 ആഴ്ച വരെ ആ സമയത്ത് വെള്ളം പൊട്ടിപ്പോകുന്ന അവസ്ഥ, അതായത് PPROM, ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇത് 3% പ്രഗ്നൻസിയിൽ ഇങ്ങനെ ഉണ്ടാവാം. 30 മുതൽ 40% പ്രീ ടേം ഡെലിവറിക്ക്, അതായത് മാസം തികയാതെയുള്ള പ്രസവത്തിന് ഒരു പ്രധാന കാരണം ഇതാണ്. അപ്പോൾ ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടാവാം, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെയും ഇങ്ങനെ ഉണ്ടാവാം. തീർച്ചയായിട്ടും ഇങ്ങനെ വെള്ളം പോയാൽ ഡോക്ടറുടെ അടുത്ത് ചെല്ലുക. ആൻറ്റിബയോട്ടിക്സ് നിങ്ങളുടെ ഏത് പീരീഡിലാണ് നിങ്ങളുടെ വെള്ളം പൊട്ടിപ്പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ, കുഞ്ഞിൻ്റെ ലങ്സ് മച്ചുർ ആകാനുള്ള ഇഞ്ചക്ഷൻസ് വേണ്ടി വരാം. കുഞ്ഞിൻ്റെ ബ്രെയിൻ ഫംഗ്ഷന് വേണ്ടിയുള്ള മഗ്നീഷ്യം സൾഫേറ്റ് പ്രത്യേകിച്ച് 30 ആഴ്ചയ്ക്ക് മുമ്പൊക്കെ പ്രസവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ വേണ്ടി വരാം. അങ്ങനെ നിങ്ങളെ ഡോക്ടർ മോണിറ്റർ ചെയ്യും. നിങ്ങളുടെ ഇൻഫെക്ഷൻസിൻ്റെ എന്തെങ്കിലും സൈൻസ് ഉണ്ടോ എന്ന് ഫ്രീക്വൻ്റായിട്ട് ചെക്ക് ചെയ്യും. നിങ്ങളുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രസവിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ 37 ആഴ്ച വരെ വെയിറ്റ് ചെയ്യാം എന്നാണ് ഇപ്പോൾ ഗൈഡ് ലൈൻസ് കാണിക്കുന്നത്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വളരെ നേരത്തെ വെള്ളം പോയാൽ ചിലപ്പോൾ കുഞ്ഞിൻ്റെ ലങ്സ് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കുറയും. അത് പൾമണറി ഹൈപ്പോപ്ലേസിയ എന്ന് പറയും. അങ്ങനെ ലങ് ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യാം. വളരെ നേരത്തെ വെള്ളം പോയാൽ, അത് 26 ആഴ്ചയ്ക്ക് മുമ്പൊക്കെ വെള്ളം പോയാൽ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. പിന്നെ ഇൻഫെക്ഷൻ്റെ സാധ്യതയാണ് മെയിൻ പ്രോബ്ലം. പിന്നെ പ്ലാസൻ്റ വിട്ടുപോകാവുന്ന ഒരവസ്ഥ, അബ്രപ്ഷൻ, ഇവയെല്ലാം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ്. പക്ഷേ മജോറിറ്റിയിലും പ്രോപ്പറായിട്ടുള്ള കെയർ കൊണ്ട്, പ്രോപ്പറായിട്ടുള്ള മോണിറ്ററിങ് കൊണ്ട് ഒരു നല്ല ഔട്ട്കം നൽകുവാൻ സാധിക്കും. ഈ കുഞ്ഞിന് വളരെ വെയിറ്റ് കുറവാണ്, വളരെ നേരത്തെയാണ് വെള്ളം പോകുന്നതെങ്കിൽ അവസ്ഥ, നേരത്തെ പ്രസവിപ്പിക്കേണ്ട ആവശ്യകതയുണ്ടെങ്കിൽ ആ NICU ഫെസിലിറ്റി നല്ലതായിട്ടുള്ള ഒരു ലെവൽ 3 NICU കെയർ ഉള്ള ഹോസ്പിറ്റലിൽ തന്നെ ഡെലിവറി ആവുന്നതാണ് നല്ലത്.